പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ വലിയ വലിയ തോൽവികൾക്ക് ശേഷം ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് കുറച്ച് നക്ഷത്രജാതകർ. തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അതൊരു വെറും വരവല്ല, ജീവിതത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിലേക്ക് എത്തുകയാണ് ഈ നക്ഷത്രജാതകർ. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് മകയിരം നക്ഷത്രജാതകരെ കുറിച്ചാണ്. മകയിരം നക്ഷത്രജാതകരായ ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ചൊരു തൊഴിൽ ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില മാർഗങ്ങളും ഇവരുടെ മുന്നിലേക്ക് വരും. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഭാഗ്യം ഉള്ളതുകൊണ്ട് ഒരു ലോട്ടറി പരീക്ഷണം നടത്തിയാലും വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഠിനമായ ദുഃഖ അനുഭവങ്ങളൊക്കെ ഇവരെ വിട്ടൊഴിയും. വഴിയാത്രയിലെ വിഷമതകളും നീങ്ങിക്കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവം ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗത്തിൽ നിന്നൊരു മോചനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ അവസരങ്ങളുണ്ട്. യാത്രകൾ ഒരുപാട് വേണ്ടിവരും. തൊഴിൽ രംഗം വേണ്ട രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ക്ലേശങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ഈശ്വരാരാധനയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ വേണ്ടിവരും. ഭൂമിക്കച്ചവടത്തിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലൊരു സാമ്പത്തിക ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. നാൽക്കാലി വളർത്തൽ ചെയ്യുന്നവർക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകൾ അധിക പണം ചിലവാക്കാതിരിക്കുക. ഗർഭപാത്ര ബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. പ്രേമബന്ധവുമായി ബന്ധപ്പെട്ട് തകർന്നു പോയവർ തിരിച്ചുവരവിന് ഒരുങ്ങുന്നൊരു സമയമാണ്. ഇവർക്ക് നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഏപ്രിൽ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യമാകും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന വഴിപാടുകൾക്ക് പ്രതീക്ഷിക്കുന്നൊരു ഫലം ലഭിക്കുകയും ചെയ്യും. കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടും. മനോവിചാരവും ആദിയും കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും ഒന്ന് കരുതിയിരിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതകളെ ശ്രദ്ധയോടുകൂടി തന്നെ കാണണം. അത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മനസ്സിൽ സ്വസ്ഥമായ ഒരു സാഹചര്യം ഉടലെടുത്ത് തുടങ്ങുകയാണ്. ഉറക്കം കുറവ് മൂലം ബുദ്ധിമുട്ടിയവർക്ക് ഇനി നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ മാറിത്തുടങ്ങും. ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ കുജൻ, 4-ൽ കേതു, അഷ്ടമത്തിൽ ശനി, 10-ൽ ബുധൻ, വ്യാഴം, രാഹു, 11-ൽ ആദിത്യൻ, 12-ൽ ശുക്രൻ. ഇതാണ് ഗ്രഹനില. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതകൾ കൂടുതലായിട്ട് ഈ മാസത്തിൽ തന്നെ കാണുന്നുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും. ഉൾഭയം കുറഞ്ഞു തുടങ്ങും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക.
വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന അലസത ഒഴിവാകും. ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും. തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ വേർപാട് മൂലം ദുഃഖത്തിൽ ആയവർക്ക് അതിൽ നിന്ന് തിരികെ വരാനുള്ളൊരു സമയം കൂടിയാണ് നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ ഉദരബന്ധിയായ രോഗങ്ങൾ, വായുകോപം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് അസുഖങ്ങൾക്ക് ഈ ശമനം കണ്ടു തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ്. വീട്ടിലിനി സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിന് തുടക്കം കുറിക്കുകയാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം ഭവനത്തിലേക്ക് താമസിക്കാനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഈ ഏപ്രിൽ മാസത്തിൽ തുറന്നു കിട്ടും. സർക്കാർ, കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. ഏറ്റെടുക്കുന്ന പദ്ധതികൾ നിഷ്പ്രയാസം വിജയിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിന് അനുഭവപ്പെടുന്ന ക്ഷീണം വിട്ടൊഴിയാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിട്ട് വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിക്കും. കാരണം ഇനി ഇവരുടെ വിജയത്തിൻ്റെ നാളുകളാണ്. ദുർവ്യയങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും അതിജീവിക്കും. മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദാമ്പത്യ കലഹങ്ങൾ മാറും. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പ്രതാപത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സഹായികളിൽ നിന്ന് ഉള്ള അപവാദങ്ങൾ ഒഴിവായി തുടങ്ങും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. അലസതകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. കേസുകാര്യങ്ങളിൽ വിജയസാധ്യതകൾ കൂടുതലാണ്. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും. പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെട്ടു പോയവർക്ക് അതിന് പകരം ചോദിക്കാനും പണം തിരികെ പിടിക്കാനും അവസരങ്ങൾ കാണുന്നുണ്ട്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തീർത്ഥയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ഇവർ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനലാഭങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതിൻ്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ചിലവുകളൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. വ്യവഹാരങ്ങളിൽ വിജയസാധ്യതകൾ കൂടുതലാണ്. വ്രണങ്ങൾ, ത്വക്കുരോഗം, വായുബന്ധിയായ അസുഖങ്ങൾ ഇവ മാറിക്കിട്ടും. മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അപമാന സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടും. അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ രക്ഷപ്പെടുക. വീട്ടിൽ കലഹം കുറഞ്ഞു തുടങ്ങും. നാൽക്കാലികളെ വാങ്ങാനും മക്കളെ കൊണ്ട് സമാധാനമായിട്ടിരിക്കാനും അവസരങ്ങൾ ഉണ്ട്. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയം തന്നെയാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ കുടുംബത്തിൽ കുറച്ച് സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടും. പൊതുപ്രവർത്തകർക്ക് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി കാണുന്നുണ്ട്. അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. സ്നേഹിതരോട് കലഹിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇവർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമനത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ചിലവുകളൊക്കെ നിയന്ത്രണത്തിനനുസരിച്ചായിരിക്കും. ശരീരത്തിൻ്റെ ക്ഷീണവും ശക്തിക്കുറവും മാറിക്കിട്ടും. ധനത്തെ സംബന്ധിച്ച കലഹങ്ങളും അതിജീവിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹങ്ങൾ പോലീസ് കേസാകാതെ ശ്രദ്ധിക്കണം. നേത്രരോഗം, ഉദരരോഗം, ഗുഹ്യരോഗങ്ങൾ,
അർശോരോഗം, ഗർഭാശയബന്ധിയായ രോഗങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങൾക്കുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. ഒരിടത്തും സ്വസ്ഥത കിട്ടാതിരുന്ന വ്യക്തികൾക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് വരുന്നത്. ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.